കത്തിച്ചു കളഞ്ഞിരിക്കുക. അത് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലാണ്. ഇതുപോലുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായി ഈ പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലമാകാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അലങ്കോലമാക്കാൻ ചിലർ പരിശ്രമിക്കുമോ എന്ന സംശയം ഞങ്ങളിൽ ഉയർന്നു വരികയും അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഈ ചടങ്ങിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഏത് വിധത്തിലും ആളുകളെ ദ്രോഹിക്കുക എന്ന സമീപനം തുടരുക. ഇന്നലെ വെള്ളൂരിൽ തന്നെ മറ്റൊരു സംഭവം നടക്കുകയുണ്ടായി. വെള്ളൂരിലെ പ്രധാനപ്പെട്ട നാടക പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായ സർഗം ദാമുവിന്റെ കുറെ ഫോട്ടോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊട്ടണശ്ശേരി ഉത്സവ സ്ഥലത്ത് ഡിവൈഎഫ്ഐയുടെ വെള്ളൂർ നോർത്ത് മേഖലാ കമ്മിറ്റി ഒരു ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. ഇന്നലെ പകൽ കോറത്തുള്ള ഒരു നോവലിസ്റ്റാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. രാത്രി ഒരു 10-11 മണിയാകുമ്പോ ഉത്തരവാദപ്പെട്ട ചില ആളുകൾ പോയി, ഇത് നടത്താൻ പറ്റില്ല, ഈ ഫോട്ടോ പ്രദർശനം നടത്താൻ പറ്റില്ല. ഡിവൈഎഫ്ഐക്കാരോടാണ് പറയുന്നത്. അവരുടെ നേതൃത്വത്തിൽപ്പെട്ട ചിലർ തന്നെയാണ് പറയുന്നത്. എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോ ദാമു സർഗത്തിന്റെ ഫോട്ടോ ആണ് ഇതിൽ കൂടുതൽ, അതുകൊണ്ട് ദാമു സർഗത്തിന്റെ ഫോട്ടോ അങ്ങനെ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ആ ഫോട്ടോ പ്രദർശനം നിർത്തിവെക്കാൻ ഇടപെട്ടത്. ഇന്നലെ രാത്രി 10-11 മണിയോടുകൂടി ആ പ്രദർശനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നവര് പുനരാരംഭിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പുനരാരംഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ പ്രദേശത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തത് കൊണ്ടാണ് ഈ നിലയിൽ പ്രകോപനമുണ്ടാക്കാൻ, അക്രമങ്ങൾ സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് മുന്നോട്ടു പോകാൻ സന്നദ്ധമാകുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രചരണങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനെന്തോ മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തോതിലുള്ള പ്രചാരവേല നവമാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സദസ്സിനു മുമ്പാകെ പറയാൻ പോലും പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള
അശ്ലീല സന്ദേശങ്ങളടക്കം ഈ നവമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ സാധിക്കത്തക്ക നിലയിലുള്ള തനി കള്ളത്തരങ്ങൾ, അസത്യം പ്രചരിപ്പിക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗീബൽസിന്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് കാലത്ത് അവരുപയോഗപ്പെടുത്തിയതാണ് എങ്കിൽ ഫാസിസത്തിന്റെ പഴയ കാലത്തെ അന്ത്യത്തോടുകൂടി പുതിയ കാലത്ത് പുതിയ രീതിയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ത്യത്തോടുകൂടി അത് അവസാനിച്ചു എന്ന് നമുക്ക് കരുതാനാകില്ല. പുതിയ കാലത്ത് പുതിയ രീതിയിൽ പുതിയ പലരും ആ സിദ്ധാന്തം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിലൂടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ചടങ്ങിന് ശേഷം പറയാനുള്ള മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാം എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി സഖാവ് ജോസഫ് സി മാത്യുവിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സഖാവ് വി എസ് അനിൽകുമാറിനെയും സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്.